ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സുഖല്ലേ? ഞാൻ കുറേ വീഡിയോ ഒന്നും ചെയ്യാണ്ട് എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ. പിന്നെ വെച്ചാൽ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഡിവോഴ്സ്, അതേപോലെ തന്നെ ഭാര്യ മറ്റൊരാളെ കൂടെ ഒളിച്ചോടി, ഭർത്താവ് മറ്റൊരാളെ കൂടെ ഒളിച്ചോടി, ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, അതേപോലെ ഭർത്താവിൻ്റെ അവിഹിതം, ഭാര്യയുടെ അവിഹിതം, ഇതൊക്കെ പറഞ്ഞിട്ട് കണ്ടൻറ് ഉണ്ടാക്കിയിട്ട് ഒരു സാഡ് BGM ഒക്കെ ഇട്ടിട്ട് നമ്മൾക്ക് മുമ്പിൽ നമുക്ക് അവരോട് വലിയൊരു സഹതാപമൊക്കെ തോന്നിയിട്ട് അവർക്ക് വ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളൊരു, അതേപോലെ ഏർണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. നമ്മൾക്ക് തന്നെ ഇത്തരം ഒരു ഇഷ്യൂസുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നേരം നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മൾ ജീവിതത്തിൽ ഒരു നടക്കാൻ പാടില്ലാത്തൊരു സംഭവം നടക്കുന്നേരം നമ്മൾ വലിയൊരു ട്രോമയിലൂടെ കടന്നു പോകും. നമുക്കപ്പം മറ്റുള്ളവരോട് സംസാരിക്കാനും നമ്മളെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനൊന്നുമല്ല നമുക്ക് തോന്നാം. നമുക്ക് നമ്മളൊരു മാനസികാവസ്ഥ തന്നെ തെറ്റുന്നൊരു സമയമാണത്. എന്നാൽ പോലും ചില ആൾക്കാരത് തുറന്ന് പറയുന്നത് കാണാം. അതേപോലെ ചില ആൾക്കാർ കാണാം, ഒരു ഫാമിലി വ്ളോഗേഴ്സാണ് കൂടുതലും. അവരവരുടെ എല്ലാ കാര്യങ്ങളും രാവിലെ എണീച്ച് പിന്നെ അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും, ഭക്ഷണം കഴിക്കുന്നത്, കുളിക്കുന്നത്, പിന്നെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത്, ജോലിക്ക് പോകുന്നത്, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അവർ നമ്മളെ മുമ്പിൽ തുറന്നു പറയും. അവർ നമ്മളെ കുടുംബമാണെന്നൊക്കെയാണ് പറയുക. നിങ്ങളാണ് ഞങ്ങളെ ഫാമിലി, നിങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ കുറച്ച് കഴിയുന്നേരം അവരെ ജീവിതത്തിലുള്ള എന്തെങ്കിലും ഒരു പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് വരുന്നേരം ഇതേക്കുറിച്ചൊരു ചർച്ച ആകുകയോ ആരെങ്കിലും സംസാരിക്കുകയോ ചെയ്യുന്നേരം ഇവർ വല്ലാതെ ദേഷ്യപ്പെടുന്നതും, നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല, അത് ഞങ്ങളെ പേഴ്സണൽ ഇഷ്യൂ, ഞങ്ങൾക്ക് സ്വസ്ഥത തരണം എന്നൊക്കെ പറയുന്നത് കാണാം. ഇങ്ങനെയുള്ള ആൾക്കാർ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ജനങ്ങളെ മുമ്പിൽ കാണിക്കാതിരിക്കുക. ചിലപ്പം ചില സാഹചര്യത്തിൽ നമുക്കൊരു മോശം അവസ്ഥ ഉണ്ടാകുമ്പം നമ്മളത് ട്രോമയാണോ, അല്ലെങ്കിൽ നമുക്ക് സങ്കടപ്പെടുന്ന, നമ്മൾ പാനിക്കാവുന്ന അവസ്ഥയാണോ, നമ്മൾ പിന്നെ ദുഃഖത്തിലാണോ എന്നൊന്നും അവർക്കറിയില്ല. അവർ വിശേഷം ചോദിക്കുന്നത് പോലെ തന്നെയും, അതല്ലെങ്കിൽ അന്യൻ്റെ വീട്ടിലുള്ള ഇത്തരം കാര്യങ്ങൾ അറിയാനുള്ള ക്യൂരിയോസിറ്റിൻ്റെ ഭാഗമായിട്ടും അവർ നമ്മളോട് ചോദിക്കും. നമ്മളത് അഭിമുഖീകരിച്ച് തന്നെ പറ്റുള്ളൂ. അതിനുള്ള ആൻസർ വളരെ മാന്യമായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. ആ സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയോ നമ്മളെ പ്രേക്ഷകരെയോ ചീത്ത പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ അവരെ അപമാനിച്ചിട്ടോ അവഹേളിച്ചിട്ടോ ഒന്നും കാര്യമല്ല. അതേപോലെ പിന്നെ ഇപ്പം നമ്മൾ കാണുന്നത് ഫസ്മിന ഷാക്കിർ പിന്നെ ലല്ലൂബി ആൻഡ് മെഹനാസിൻ്റെ സെക്കൻഡ് വൈഫായ സഫ. ഈ ഒരു കാര്യം നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. എത്ര ആൾ ശ്രദ്ധിച്ചു എന്നറിയില്ല. ഇപ്പോൾ ഖാദർ കരിപ്പൊടി അടക്കം ഒരുപാട് വീഡിയോസ് ചെയ്തു. ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കാരണം സഫ പറഞ്ഞ കാര്യങ്ങളുണ്ട്, മെഹനാസിൻ്റെ സ്റ്റോറി ഉണ്ട്, ലല്ലുവിൻ്റെ ലൈവ് ഉണ്ട്, ഫസ്മിനയുടെ ഒരുപാട് വിശദീകരണ വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ അവരുടെ പേജിൽ പോയാലും അതേപോലെ തന്നെ പല ആൾക്കാരും എടുത്തിട്ട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അത് ഇവിടെ പറയുന്നില്ല. ഇപ്പോൾ ഫസ്മിനയുടെ വീഡിയോക്ക് താഴെ ലല്ലുവിനെ കുറിച്ച് സംസാരിക്കുമ്പം, അല്ലെങ്കിൽ ലല്ലുവിൻ്റെ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫസ്മിനയുടെ സങ്കടം പറയുന്ന സമയത്ത് കുറേ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തിനാ ഫസ്മിന, നിനക്കിതിൻ്റെ ആവശ്യമുണ്ടോ? നിന്നെ അവൻ ഉപേക്ഷിച്ചു, ഇനി നിങ്ങൾ രണ്ടാളും ഇപ്പം സെപ്പറേറ്റ് ആണ്, അപ്പോൾ അതുപോലെ തന്നെ ജീവിച്ച് അവൻ്റെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്ക്. എന്തിനാണ് അവൻ്റെ പിന്നാലെ നീയലായിട്ട് നടക്കുന്നത്? അവൻ്റെ കാര്യം, ആ ടോപ്പിക്ക് നീ ഒന്ന് വിട് എന്നൊക്കെ പറയുന്നത് കണ്ടു. അപ്പം ഞാൻ ചിന്തിച്ചു, അതെന്തായിരിക്കും ഫസ്മിന ഇങ്ങനെ ചെയ്യുന്നത്? ഫസ്മിനക്ക് ഒരുപാട് ഇഷ്ടമുള്ളത്, അവളെ ആ ഓരോ വീഡിയോസിലും നമുക്ക് കാണാം, അവനൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത്. ആ ഇഷ്ടത്തിൻ്റെ പുറത്താണ് ആ പെൺകുട്ടി അവന് ഒരുപാട് ദേഷ്യപ്പെടുന്നതും അവൻ്റെ ഓരോ പ്രവൃത്തികളെയും അവന് വേറൊരു സ്ത്രീയുടെ അടുത്തേക്ക് ഇനി പോകാൻ പാടില്ല,
തനിക്ക് അനുഭവിച്ചതുപോലെ തന്നെ വേറൊരു സ്ത്രീയും അനുഭവിക്കാൻ പാടില്ല. അവൻ മറ്റൊരു മേഖലയിൽ നിൽക്കുന്ന അവൾ അസ്വസ്ഥതയാവുന്നുണ്ട്. അവളെ വിട്ടിട്ട് വേറൊരു മേഖലയിൽ നിൽക്കുന്നത് അവളെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് അവളുടെ ഓരോ വീഡിയോസിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം അത് എന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടി ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര താല്പര്യത്തോടെ ഇവനെ അത്രയേറെ ആത്മാർത്ഥമായി സ്നേഹിച്ചാണ് ഈ പെൺകുട്ടി വിവാഹം കഴിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് ഒരുപാട് പാസ്റ്റുകളുണ്ട്, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതും സ്നേഹവും തമ്മിൽ ബന്ധമില്ലല്ലോ. നമുക്കൊരാളോട് ഇഷ്ടം തോന്നുന്നത് അത് വേറെ കാര്യങ്ങളുമായിട്ട് മാറ്റി നിർത്താൻ പറ്റില്ല. ലവ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പം ഈ കുട്ടിക്ക് ഈ ലല്ലുബിനെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടമാണ്, ഹൃദയത്തിൽ തൊട്ടുള്ള ഇഷ്ടമാണ്, അതിലും അപ്പുറമുള്ള ഇഷ്ടമാണ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഇഷ്ടമുള്ള ആൾക്ക് അവന് പണിക്ക് പോവാഞ്ഞിട്ടും അവൻ്റെ വീട്ടുകാർ നല്ലത് വിചാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പണം അവൾ ചിലവാക്കിയിട്ടുണ്ട്. അതൊന്നും അവൾക്കൊരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. അതായത് അവളെ ഭർത്താവിന് വേണ്ടിയിട്ടല്ല, ഭർത്താവ് ആകാൻ പോകുന്ന പയ്യന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചിലവാക്കിയതോ അല്ലെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിന് പണിക്ക് പോവാതെ അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയതൊന്നും അവൾക്കൊരു പ്രശ്നമല്ല. അവൻ ചോദിക്കുമ്പോഴത്തേനും കൊടുക്കും. പക്ഷേ അവൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്നേഹം ലല്ലുബിയിൽ നിന്ന് അവൾക്ക് ലഭിച്ചിട്ടില്ല. അത് അവളുടെ ഓരോ വാക്കുകളിലും വ്യക്തമാണ്. അവൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു സ്നേഹം അവനിൽ നിന്ന് അവൾക്ക് കിട്ടുന്നില്ല. അവനെ പോലെയുള്ളൊരു ഫ്രോഡ് ആഗ്രഹിക്കുന്നത് അവന് നിലനിൽക്കാനുള്ള പണവും അവൻ്റെ സുഖ സൗകര്യങ്ങളും മാത്രമാണ്. അവന് ഒരാളോടും പ്രണയമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അവന് ജീവിക്കണം. അതിനവന് അവൻ്റെ വിദ്യാഭ്യാസമില്ലെങ്കിലും വിവരമില്ലെങ്കിലും അവന് പെണ്ണുങ്ങളെ വളയ്ക്കാനുള്ള, പണമുള്ള പെൺകുട്ടികളെ വളയ്ക്കാനുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവ് വെച്ചിട്ട് ഏത് സ്ത്രീനോടും ആ രൂപത്തിൽ സംസാരിച്ചെടുത്ത് അവതരിപ്പിച്ച് സിമ്പതി നേടി പണം തട്ടുക. അല്ലെങ്കിൽ ആരെങ്കിലും ഈ പയ്യന് പണം കൊടുക്കും. ഫസ്മിന എന്നൊരു യൂട്യൂബറുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ഭർത്താവാണ് എന്നുള്ള കാര്യം ലല്ലുബിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരാൾക്ക് പണം കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവും നേരം അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ചിന്തിക്കില്ലേ? അത് മാത്രമല്ല, നമ്മളൊരു ബന്ധത്തിൽ നിൽക്കുന്ന സമയത്ത് ആവശ്യമുണ്ടായിട്ടും ആവശ്യമില്ലായിട്ടും പണം ഇങ്ങനെ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലാവും. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു പണം ആവശ്യപ്പെട്ട് എനിക്കത് വേണം, ഇത് വേണം, അതിന് പണം വേണം, ടിക്കറ്റ് എടുത്ത് തരണം, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ ബന്ധം സ്റ്റോപ്പാക്കണം. അവരുടെ മാന്യത, അവരുടെ വ്യക്തിത്വം അവിടെ തെളിയാണ്. കാരണം അവർക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു നാണമില്ലാത്ത മനുഷ്യന്മാരാണ് മറ്റുള്ളവരെ ആശ്രയിച്ച് മറ്റുള്ളവരെ തട്ടിച്ച് ജീവിക്കുക. നാണമുള്ളവർ ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ഫസ്മിനയെ പറ്റിച്ച് കുറേ കാലം ജീവിച്ചു. പക്ഷേ പിന്നീട് ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെ ഇപ്പം സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായിട്ട് ചാറ്റ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കുക, ശരീരത്തിൽ ഉപദ്രവം ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്യുന്നേരം ഈ പെൺകുട്ടിക്ക് മടുപ്പ് വരും. ഉള്ളിലുള്ള സ്നേഹം അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇവൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു സ്നേഹം ഇയാളിൽ നിന്ന് കിട്ടുന്നില്ല, പരിഗണന കിട്ടുന്നില്ല, കെയർ കിട്ടുന്നില്ല. ഈ സമയത്ത് ഈ കുട്ടി ഇയാളോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. അപ്പോൾ അവിടെ ഇവനും ഇവളും തമ്മിൽ വലിയൊരു പ്രശ്നങ്ങളിലേക്കാണ് പോവുക. ഇവന് പണത്തിൻ്റെ ആവശ്യം വരുന്നവരെ ഇവളെ സോപ്പിടും, ഇവളിൽ നിന്ന് പണം എടുക്കും. അപ്പോൾ ഇവൾ പല വീണ്ടും പഴയതുപോലെ തന്നെ സ്നേഹത്തിലേക്ക് തന്നെ മാറും. എന്നിട്ട് ഇവനിൽ നിന്ന് വീണ്ടും പ്രതീക്ഷിക്കും ഒരു ആത്മാർത്ഥതയുള്ള അല്ല ഒരു കെയറുള്ള തൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടണമെന്ന് ഏത് പെണ്ണ് ആഗ്രഹിക്കും പോലെ ഇവളും ആഗ്രഹിക്കും. പക്ഷെ കിട്ടില്ല. ഓൻ്റെ കാര്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പണം തീരുന്നത് വരെ പിന്നെ ഇവളെ ആവശ്യമില്ല, ഇവളെ ധിക്കരിച്ചുകൊണ്ടിരിക്കും. പിന്നെ പണത്തിന് ആവശ്യം വരുന്നവരാണ് പിന്നും സോപ്പിടുക. ആ സോപ്പിൽ വീണ്ടും വീണ പോവും. അങ്ങനെ പിന്നീട് ഇവർക്ക് തമ്മിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുമ്പോഴാണ് ഇവർ തമ്മിൽ സെപ്പറേറ്റ് ആവുന്നത്. എന്നിട്ടും ഈ പെൺകുട്ടി ഒരു വട്ടം
പിന്നെ ഇയാളെ കൂടെ വീണ്ടും വന്നിട്ട് ഒന്നും കൂടി നന്നാവാനുള്ള ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കും ഈ ഫസ്മിനൊക്കെ എന്തിൻ്റെ കാര്യമാണെന്ന്. പക്ഷെ അങ്ങനെയാണ്, മനസ്സിൽ അവൾക്ക് അവനോട് ഭയങ്കര ഇഷ്ടമാണ്. അവന് മറ്റൊരാളെ സ്നേഹിക്കുന്നതോ മറ്റൊരാളെ കൂടെ പോകുന്നതോ ഒന്നും ഇപ്പോഴും ആ കുട്ടിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവളെ നിഴലായിട്ട് തന്നെ ഈ കുട്ടിയുള്ളത്. അപ്പം ഇവനെ സ്നേഹിക്കുന്ന പെൺകുട്ടികളും ഇവക്കിപ്പോൾ ശത്രുവാണ്. അപ്പം അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടും വീഡിയോ ഇടാനും ഇപ്പം എല്ലാ ചാറ്റും, ഇവൾക്ക് വരുന്ന ചാറ്റും മറ്റുള്ളവർക്ക് വരുന്ന ചാറ്റും ഒക്കെ എടുത്തു വെച്ചിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അവരെങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്നുള്ളത്. പിന്നെ മെഹനാസിൻ്റെ കാര്യവും സഫയുടെ കാര്യമൊന്നും എനിക്കറിയില്ല. കാരണം ഇപ്പം പലത് സഫ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒളിച്ചോടിയിട്ടില്ല, പിന്നെ എനിക്ക് അവനുമായിട്ട് ബന്ധമില്ല. പക്ഷേ നമ്മളെ ലല്ലുബീൻ്റെ കൂടെ ലൈവിൽ കണ്ടു എന്നുള്ളത് പലരും പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു വ്യക്തത എന്ത് പറഞ്ഞാലും സഫ വരുത്തേണ്ടതാണ്. പക്ഷേ മെഹനാസിൻ്റെ കാര്യം, മെഹനാസിൻ്റെതെന്ന് വെച്ചാൽ അവനൊരു ഫ്രോഡാണെന്നുള്ളത് ഇതിൻ്റെ മുമ്പേ നമുക്ക് തെളിഞ്ഞതാണ്. കാരണം അവൻ്റെ സംസാരം, അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ തന്നെ അവൻ നല്ലൊരു മനുഷ്യനല്ല. നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. സഫ മെഹനൂനെ പോലുള്ളൊരു റിഫ മെഹനൂനെ പോലുള്ളൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾക്ക് അതിനുള്ള ശക്തമായിട്ടുള്ള കാരണം വേണം. കാരണം അവളെ ഫാമിലി നമുക്ക് അറിയാം. അവളെ ഉമ്മയിപ്പം എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരാളുടെ വീടിനടുത്തുള്ളതാണ് ഇവർ. ഈ പെൺകുട്ടിയെ ആ ഉപ്പയും ഉമ്മയും അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു മോളേ ഉള്ളൂ. അവളെ ബ്രദറിനും ഒക്കെ ഈ പെൺകുട്ടി എന്ത് ചെയ്താലും പ്രശ്നമില്ല. കാരണം അവളെ കുറ്റപ്പെടുത്തുക, അതിനിപ്പോൾ മെഹനാസിനെ ഉപേക്ഷിച്ച് ഇവരെ കൂടെ വന്നെന്ന് പറഞ്ഞാലും പിന്നെ ഈ ഫാമിലിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കാരണം അത്രയേറെ ഇഷ്ടമാണ് ഈ മോളോട്. ഒരു പൊന്നും കുടം പോലെ തന്നെയാണ് അവർ ആ മോളെ കൊണ്ടു നടന്നത്. അത്രയും ഫാമിലി സപ്പോർട്ടുള്ള. പിന്നെ ഈ മെഹനാസിനെയും തീറ്റിപ്പോറ്റുന്നത് ആ ഒരു സമയത്തൊക്കെ ഈ ഉപ്പയും ഉമ്മയും തന്നെയാണ്. അപ്പോൾ അവർക്ക് അവരുടെ മകളോടുള്ള അത്രയേറെ ഇഷ്ടം കൊണ്ടാണ്. അവൾ വേദനയ്ക്കും വിചാരിച്ച് പല കാര്യങ്ങളും അവർ പറയാറ് പോലുമില്ല. അപ്പം അത്രയേറെ ഇഷ്ടമുള്ള ആ പൊന്നു പോലെയുള്ള മോളെ മോള് ആത്മഹത്യ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം വേണം. അതിന് മെഹനാസ് പറയുന്ന കാരണങ്ങളൊന്നും പോരാ. ഇപ്പം മെഹനാസ് അവളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, അവളെ അപമാനിച്ചിട്ടുണ്ട്, അവളെ പിന്നെ ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല. നമുക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. നമ്മളൊക്കെ കാദർപൊടീൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടാണ്. അതിൽ പറയുന്നതൊക്കെ ഏകദേശമൊക്കെ സത്യം തന്നെയാണ്. ഇപ്പം ഒരു ആ റൂമിലേക്ക് ഭാര്യയും ഭർത്താവും താമസിക്കേണ്ട സ്ഥാനത്ത് മറ്റൊരു പുരുഷനെയും കൂടി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്ഥിതി അല്ലെങ്കിൽ അയാൾ പിന്നെ റിഫക്ക് കൊടുത്ത പരിഗണന അല്ലെങ്കിൽ അംഗീകാരം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയേറെ അവളെ ദ്രോഹിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പെൺകുട്ടിയുടെ ചെലവിൽ ഇയാളും ഈ ക്യാമറാമാൻ എന്ന് പറയുന്ന അയാളും കൂടി സുഖിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ ആ ഒരു മനസ്സിൽ മെൻ്റൽ ട്രോമ ഉള്ള ഒരു സമയത്ത് ജോലിക്ക് പോകണം, കുട്ടി നാട്ടിലില്ല, കുട്ടീനെ കാണാതിരിക്കുന്ന ഒരവസ്ഥ, കുടുംബത്തിനെ നല്ലോണം നോക്കണം, വീടുണ്ടാക്കണം, അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു പെൺകുട്ടി, ആ ഒരു പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് അന്ന് ആ ഫ്ലാറ്റിൽ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ആ പെൺകുട്ടി മരിക്കുന്നത്. ഇയാളെ കൂടെ നിന്ന് ഇറങ്ങിപ്പോരണം എന്നുള്ളത് ആ കുട്ടി പലരോടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അവൾക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റിഫ ഒരു പക്ഷേ അന്ന് ജീവനോടിരുന്നു. നെക്സ്റ്റ് ഡേ അവളെ ബ്രദറിനെ കാണാൻ പോയി. പിന്നെ മെഹനാസിനെ ഒഴിവാക്കി ഒരു ജീവിതത്തിനെ കുറിച്ച് അവൾ ആഗ്രഹിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്ന് ആ ഫാനുമോന് ഒരു ഉമ്മ ഉണ്ടാവുമായിരുന്നു, അവൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവുമായിരുന്നു. പക്ഷെ അവൾ ഒരു മോശമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു. അതിലൂടെ ആ പെൺകുട്ടി നഷ്ടമായി. ആ ഇന്നും ആ ഉമ്മൻ്റെയും ഉപ്പൻ്റെയും കണ്ണുനീര് തോർന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. നമ്മളൊക്കെ കുറേയൊക്കെ മറക്കുമെന്ന് പറയും, പക്ഷെ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർ എന്നും വേദനിച്ചാൽ മെഹനാസ് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്ന് വിചാരിച്ചിട്ടുള്ള സങ്കടമൊന്നുമല്ല. അവരെ പൊന്നുപോലെ അവരെ കൂടെ ഇല്ലാത്തതിൻ്റെ ആ ഒരു വേദന അവർക്ക് മാത്രമേ മനസ്സിലാവും. അവരിന്നും അതേ വേദനയിൽ തന്നെയാണ് കഴിയുന്നത്. ആ ആഫാനും മോനെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അപ്പോൾ
പിന്നെ സഫ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിലേ ഉള്ളൂ. കാരണം കർമ്മ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. റിഫയുടെ ജീവിതത്തിൽ ഇത്രയേറെ വേദനകൾ ഉണ്ടാക്കിയിട്ടും അവർക്ക് വെല്ലുവിളിച്ചിട്ടും റിഫയെ മോശമായിട്ട് തന്നെയാണ് ഇവരൊക്കെ വീണ്ടും വീണ്ടും ചിത്രീകരിച്ചുകൊണ്ട്. മെഹനാസ് മുന്തിയ ഒരാളാണ് ആയിരിക്കും. സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഭാര്യ സംസാരിക്കുന്ന നേരം അങ്ങനെ തന്നെയാണല്ലോ വരേണ്ടത്. പക്ഷേ അവർക്കപ്പോഴും റിഫ എന്ന ആ കുട്ടിയെ അവരുടെ ടോപ്പിക്കിലേക്ക് കൊണ്ടുവരാതെ കൂടുതൽ ശ്രമിക്കായിരുന്നു. പിന്നെ പ്രേക്ഷകരത് പറയുന്നത്, നിങ്ങൾ നിങ്ങളെ ജീവിതവുമായിട്ട് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വരുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും റിഫയെ കുറിച്ച് ചോദിക്കും. കാരണം റിഫയെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവളുടെ വീഡിയോസും അവളെ ആൽബങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് അന്നും ഇന്നും ഉണ്ട്. അപ്പോൾ അവളെക്കുറിച്ചും അഫാനുവിനെ കുറിച്ചൊക്കെ ചോദിക്കും. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ വീഡിയോ വിട്ടു പോകേണ്ടിയിരുന്നു, അതല്ലെങ്കിൽ നിങ്ങൾ അതുമായിട്ട് സഹകരിക്കേണ്ടിയിരുന്നു. അതിന് പകരം നിങ്ങൾ മരിച്ചുപോയ പെൺകുട്ടിയെക്കുറിച്ച് ഒരുപാട് മോശങ്ങളൊക്കെ പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ളത് അനുഭവിക്കുകയാണ് എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ നമ്മളെ ലല്ലുബി എന്ന് പറഞ്ഞാൽ ലല്ലു ഊമ്പി എന്നേ പറയേണ്ടതുള്ളൂ. മറ്റു പണമുള്ള സ്ത്രീകളെ തെരഞ്ഞു പിടിച്ച് അയാളുടെ ആ ഒരു വിവരമില്ലായ്മ, തീരെ ഒരു കഥയില്ലാത്ത, വൃത്തിയില്ലാത്ത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു പയ്യൻ്റെ വാക്കുകൾ വിശ്വസിച്ച്, ഇപ്പോൾ ഫസ്ബിനെ തന്നെ അതിൽ വീണു പോയതാണ്. അങ്ങനെ വിശ്വസിച്ച് അവന് വേണ്ടിയിട്ട് പണം ചിലവഴിച്ച് ജീവിക്കുന്ന കുറേ സ്ത്രീകൾ. എന്തിനാണ് അതിൻ്റെ ആവശ്യം? നിങ്ങൾക്ക് സമൂഹത്തിൽ അല്ലെ ഈ ലോകത്ത് വേറെ ആൺകുട്ടികളൊന്നുമില്ലേ? ഫസ്മിനയോടും ചോദിക്കുന്നത് അവനെ വിട്ടേര്. അവന് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ നിനക്ക് ഒരു സന്തോഷവും ഉണ്ടാവില്ല, നിനക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവും. ഇനി ഇവനെ ആരെങ്കിലും അംഗീകരിക്കും? ഇവൻ്റെ കുടുംബം വരെ ഇവനെ അംഗീകരിക്കുന്നില്ല. അത്രയും വെറുപ്പിച്ചിട്ടാണ് അവനെ അംഗീകരിക്കാത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളോട് പെൺകുട്ടികളെ, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നല്ലൊരുപാട് ആൺകുട്ടികളുണ്ട്. ഇനി ആൺകുട്ടികൾ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് നേടിയെടുക്കുക, ജോലി ഒക്കെ തന്നെ. പക്ഷെ ഇങ്ങനെയുള്ള ആണുങ്ങളെ കൂടെ പോയിട്ട് നിങ്ങളെ ജീവിതം നിങ്ങൾ ഇങ്ങനെ തുലയ്ക്കരുത്. അത് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെയുള്ള ആണുങ്ങൾക്ക്, പുറം കണ്ണ് കിട്ടിയ ആളുകൾക്ക് നമ്മൾ സ്നേഹിക്കാൻ പറ്റൂല. അവർക്ക് എപ്പോഴും പുറത്തേക്ക് ഇങ്ങനെ പോകാൻ തോന്നും. അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അവന് പണവും സ്ത്രീയും ഒക്കെ അവൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അവനൊരിക്കലും ഒരാളെ സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും കഴിയില്ല. അങ്ങനെ കഴിയുന്നവനാണെങ്കിൽ അവൻ്റെ ഉമ്മനെ മനസ്സിലാക്കിയിരുന്നു. അവനൊരിക്കൽ പോലും അവൻ്റെ ഉമ്മനെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോലെയുള്ള സ്ത്രീകളെ അവൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? അവൻ പണം ഉണ്ടാക്കാൻ എളുപ്പ വഴി നോക്കുന്നവരും പണിയെടുക്കാതെ ഇങ്ങനെ കുത്തിരുന്ന് ഞം തിന്നാനും യാത്ര ചെയ്യാനും അടിച്ചു പൊളിക്കാനും ഏക ഉപാധി സ്ത്രീയാണെന്ന് അവന് മനസ്സിലാക്കി കഴിഞ്ഞു. സ്ത്രീകൾക്ക് ആവശ്യം അവനെപ്പോലെയുള്ള കൊഞ്ചിക്കൊയ്യുന്ന, അവൻ്റെ പോലെ ഇങ്ങനെ വൾഗറായിട്ട് സെക്സ് ചാറ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ ആണുങ്ങളാണ്, അല്ല പെണ്ണുങ്ങളാണ്, ഇങ്ങനത്തെ ആണുങ്ങളെയാണ് ഇഷ്ടം സ്ത്രീകൾക്ക് എന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഒരു പോയിന്റിലൂടെ അവൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. അവർക്ക് അവന് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ഇങ്ങനെയുള്ള ആണുങ്ങൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടമേ ഉണ്ടാവില്ല. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് നിങ്ങളെ പണമോ നിങ്ങളെ ശരീരമോ ഒന്നും ആവശ്യമുണ്ടാവില്ല. അവർ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ കെയർ ചെയ്ത് കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളെ കണ്ടെത്താൻ കഴിയുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഓക്കെ, താങ്ക് യു.